ഇന്നേ നമുക്കൊരു അടിപൊളി പരസ്യം ചെയ്യാൻ പഠിക്കാം. ഈ മോഷൻ ഗ്രാഫിക്സ് പരസ്യങ്ങൾ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നല്ല ഹൈ സാലറിയിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രീലാൻസ് ആണെങ്കിൽ പോലും നല്ല എമൗണ്ട് നിങ്ങൾക്ക് വർക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊക്കെ വേണ്ടത് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ അത്രയും ക്വാളിറ്റി ഉണ്ടാവണം. ഇപ്പോൾ ആഫ്റ്റർ എഫക്ട്സിൻ്റെ കോഴ്സൊക്കെ പഠിച്ചിറങ്ങിയ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാന്ന്. അതായത് ഒരു കമ്പനിക്കൊക്കെ വേണ്ടി ഒരു വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ആയിട്ടില്ലാന്ന്. അപ്പോൾ ഞാൻ പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു മേഖല സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പല കാര്യം ചെയ്യാമല്ലോ. ഇപ്പോൾ ക്യാരക്ടർ അനിമേഷൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ VFX ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മോഷൻ പോസ്റ്ററുകൾ, പിന്നെ മോഷൻ ഗ്രാഫിക്സ്, ഇങ്ങനെ പല പല മേഖലകളുണ്ടല്ലോ. ഇപ്പോൾ മോഷൻ ഗ്രാഫിക്സ് ആണെങ്കിൽ നിങ്ങൾ അതിലേക്ക് മാത്രം കുറച്ചാൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ നന്നായിട്ട് ക്ലച്ച് പിടിക്കും. അതിനുശേഷം അതിലൊരു എന്താ പറയുക അടിത്തറ കിട്ടിയെന്ന് ഉറപ്പായതിനു ശേഷം നിങ്ങൾ ബാക്കിയുള്ള മേഖലയിലേക്കൊക്കെ പതിയെ കിടക്കുക. അപ്പോഴേക്കും നിങ്ങൾ ഒരുപാട് എഫക്ട്സും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം മോഷൻ ഗ്രാഫിക്സിൽ തന്നെ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ഉപയോഗിക്കുന്ന ഒരുപാട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്ന കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ മോഷൻ ഗ്രാഫിക്സ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കമ്പനികളുടെ പരസ്യങ്ങൾ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് സ്ലൈഡ് എടുത്തിട്ട് അതുപോലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളേതായ രീതിയിലൊക്കെ മാറ്റി മറിച്ചൊക്കെ ചെയ്യുക. ഇപ്പോൾ 2-3 പരസ്യങ്ങൾ കണ്ടിട്ട് അതിലുള്ള എഫക്ട്സ് ഒക്കെ ഇതിലേക്ക് മിക്സ് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റി മാറ്റി ചെയ്തിട്ട് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ പരസ്യങ്ങൾ എന്ന് പറയുമ്പോഴേ നമുക്ക് ഒരുപാട് കാര്യം ശ്രദ്ധിക്കണമില്ലേ. ഇതിൻ്റെ കളറും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റുകൾ. ഇപ്പോൾ പരസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 10 സെക്കൻഡ് ആവാം, അല്ലെങ്കിൽ 30 സെക്കൻഡ് ആവാം, അല്ലെങ്കിൽ 1 മിനിറ്റ് ആവാം. അപ്പോൾ എത്രയൊക്കെ ആയാലും ഒരു വലിയൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ആശയം പ്രേക്ഷകരിലേക്ക് ഇത് കണക്ട് ആവണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പോൾ നമ്മളതിൽ ഉപയോഗിക്കേണ്ട കളറും കാര്യങ്ങളൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ അത്ര സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് പ്രാക്ടീസ് തന്നെ വേണം. പിന്നെ നിങ്ങൾക്കത് കളർ സെലക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫ്രെയിമിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരു അച്ചടക്കത്തോടു കൂടി ഒതുക്കി വയ്ക്കുക എന്നുള്ളത്. തോന്നിയ പോലെ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ ഒരു എന്താ പറയുക ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കൈയടക്കം നിങ്ങൾക്ക് കിട്ടാനും ഈ പറഞ്ഞ പ്രാക്ടീസ് അത്യാവശ്യമാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അത് എന്താ പറയുക എക്സാക്റ്റ് അതുപോലെ അല്ല, ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ ഇതിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഞാൻ ഈ സ്ലൈഡിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മോഷൻ ഗ്രാഫിക്സ് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളിൽ നിന്ന് 1-2 സ്ലൈഡ് ഇതുപോലെ എടുത്തിട്ട് ഇനിയും ഇതുപോലെ ട്യൂട്ടോറിയൽ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുറച്ച് പേര് ഇങ്ങനെ മെസ്സേജ് ഉണ്ടായിരുന്നു ഈ ഓൺലൈൻ ട്രെയിനിങ് പോലെയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. കാരണം കമൻറ്റും കാര്യമൊക്കെ ചെയ്തൊക്കെയാലും നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിത് പറയുന്നത് തുടക്കക്കാരായിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോ ചെയ്യുന്നതും ഈ പറഞ്ഞ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചില വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോ പ്രസന്റ് ചെയ്യാറ്. അപ്പോൾ അതിലെന്തെങ്കിലും കുറ്റങ്ങളും കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ ഞാനത് ശരിയാക്കാൻ ശ്രമിക്കാം. പിന്നെ വീഡിയോയുടെ ലെങ്ത് ഒരു പ്രധാന പ്രശ്നമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ സ്ലൈഡ് ഞാൻ ഇതിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി പറയുമ്പോൾ ഇനി ലെങ്ത് കൂടും. പിന്നെ 2 പാർട്ട് 3 പാർട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ ചാനലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാവും അതിൻ്റെ റിസൾട്ട് നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഇതാ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പോലെയൊക്കെ ചെയ്ത് പഠിച്ചു വന്നു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എന്താ പറയുക ഞാനിതിൽ പുലിയാവും തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കണ്ട സമയം മൊത്തം വേസ്റ്റ് ആയി പോകും. കാരണം നമ്മൾ അതൊന്ന് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ തലയിൽ അത് സ്റ്റോർ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കാണൽ മാത്രമല്ല കണ്ടിട്ട് അതുപോലെ ചെയ്തിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് സന്തോഷമാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ പറയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇപ്പോൾ Ctrl+N പ്രസ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് മോഷൻ ഗ്രാഫിക്സ് ആയിരുന്നു പേര് കൊടുക്കാം. ഫ്രെയിം സൈസ് ഞാൻ കൊടുക്കുന്നത് 1920x1080, ഫ്രെയിം റേറ്റ് 24, പിന്നെ ഡ്യൂറേഷൻ 4 സെക്കൻഡ്. ഓക്കെ, ഈ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ലെയറുകളും ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കോമ്പോസിഷനൊക്കെ കാണാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് കോമ്പോസിഷൻ ഉള്ളത്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവുന്നത് വേണ്ട. നിങ്ങളിവിടെ ഇനി ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ലെയറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇത് ചെയ്തുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സോളിഡ് ലെയറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് Ctrl+Y പ്രസ് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിവിടെ വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കളർ ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ എഫക്റ്റ് ആൻഡ് ബ്രിസലിലേക്ക് വന്നിട്ട് റാമ്പ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഗ്രേഡിയൻ റാമ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ലെയറിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇവിടെ ലീനിയർ റാമ്പ് എന്നുള്ള മാറ്റി റേഡിയൽ റാമ്പ് കൊടുക്കുക. അതിനുശേഷം ഈ സ്വാപ്പ് കളേഴ്സ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ 2 പോയിന്റ് കാണാൻ പറ്റും. ഈ 2 പോയിന്റ് കാണുന്നുണ്ടെങ്കിൽ ഈ എഫക്റ്റ് സെലക്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് കാണില്ല. അപ്പോൾ ഞാൻ പുറത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ സെലക്ഷൻ പോയി, ആ പോയിന്റും പോയി. വീണ്ടും ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ ആ പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മുകളിലത്തെ പോയിന്റ് പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് കൊടുന്ന് വയ്ക്കുക. അതിനുശേഷം ഈ താഴത്തെ പോയിന്റ് കുറച്ച് റൈറ്റിലേക്ക് നീക്കി വയ്ക്കുക.
ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഈ സ്റ്റാർട്ട് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ കളറൊന്നും ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ റെഡ് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ പ്രൊജക്ട് പാനലിൽ നിന്ന് നമുക്ക് ഒരു ലെയർ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ ഓവർലേ 3 എന്ന് പറഞ്ഞിട്ടൊരു ലെയർ ഉണ്ട്. അപ്പോൾ അതിങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ജസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ലെയറാണ്. ഇനി നമുക്കിതിൻ്റെ ബ്ലെൻഡിങ് ബോർഡ് മാറ്റിയിട്ട് ആഡ് കൊടുക്കണം. ഇനി നമുക്ക് വേറൊരു ലെയർ കൂടെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ BG എന്ന് പേരുള്ള ലെയർ കാണുന്നുണ്ട്, അതിങ്ങോട്ട് കൊടുത്തിടുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ട് ഒരു 20 കൊടുത്താൽ മതി. ഇനി ഇതിന് ചെറിയൊരു റൊട്ടേഷൻ കൊടുക്കണം. അപ്പോൾ റൊട്ടേഷൻ കൊടുക്കാനായിട്ട് 6 പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്ത് വരണം, അതായത് ഫസ്റ്റ് ഫ്രെയിമിലിട്ടാ. എന്നിട്ട് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു 50 കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ റൊട്ടേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പണി മൊത്തം കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് Ctrl+Y പ്രസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വൈറ്റ് ലെയറാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ മാസ്ക് ടൂൾ എടുക്കുക. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടൊരു മാസ്ക് വരയ്ക്കുക. എന്നിട്ട് ഈ മാസ്ക് നമുക്ക് സെൻറ്ററിലേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫെദർ നന്നായിട്ട് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു 380 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി ഒരു 85 കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ പണി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് Ctrl+Shift+C പ്രസ് ചെയ്തിട്ട് ഒന്ന് പ്രീകോംബ് ചെയ്യാം. ഇതിന് നമുക്ക് BG എന്ന് പേരും കൊടുക്കാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പണി മൊത്തം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് എഴുതി കാണിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു സംഭവം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ 2-3 ലെയറുകൾ റീനെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫ്രീ പിക്കിൽ ഡൗൺലോഡ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ അത് ഒരു 3 ലെയർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ആദ്യം അവിടെ ഷേപ്പ് 1 എന്ന് പറഞ്ഞിട്ട് ലെയർ കാണുന്നുണ്ട്, അത് ഇങ്ങോട്ട് എടുത്തിടാം. ഇതിപ്പോൾ ഭയങ്കര സൈസ് കൂടിയ ലെയർ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സ്കെയിലൊന്ന് കുറച്ചിട്ടൊരു 30 കൊടുക്കാം. 30 വേണ്ട, 25 കൊടുക്കാം. ഓക്കെ, ഇനി ഷേപ്പ് 2 എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്, അത് ഇങ്ങോട്ട് എടുത്തിടുക. എന്നിട്ട് അതിനും 25 കൊടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ലെയർ ഉണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്, അതും ഇങ്ങോട്ട് കൊടുന്നിടുക. ശേഷം അതിനും 25 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ആനിമേഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇതിന് സ്കെയിലാണ് ആനിമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ലെയറിനും സ്കെയിലിൽ ആനിമേഷൻ കൊടുത്തിട്ട് ഈ ലെയർ കുറച്ച് ഓഫ് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ 2 ലെയർ ഓഫ് ചെയ്തിട്ടു, എന്നിട്ട് ഈ ലെയർ മാത്രം ഓണാക്കി. അതിനുശേഷം ഇതിന് സ്കെയിൽ എടുത്തിട്ട് ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്തു, അതായത് ഫസ്റ്റ് ഫ്രെയിമിൽ. എന്നിട്ട് നമുക്കൊരു 7ാമത്തെ ഫ്രെയിമിൽ വന്നിട്ട് ഇവിടെ ഈ 25 മാറ്റിയിട്ട് നമുക്കൊരു 30 കൊടുക്കാം. ഓക്കെ, ഇനി വീണ്ടും ഒരു 6 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊരു 25 കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊരു 26 കൊടുക്കാം. അതിനുശേഷം ഒരു 4 ഫ്രെയിം കഴിഞ്ഞിട്ട് നമുക്ക് 25 കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കാം. സോറി, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 0 കൊടുക്കണം, ഞാനത് വിട്ടുപോയി. അപ്പോൾ നമുക്കത് 0 കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു ആനിമേഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ കീ ഫ്രെയിം കൂടി സെലക്ട് ചെയ്യുക, ഈസീസ് അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഈ കീ ഫ്രെയിം ഒക്കെ കൂടി സെലക്ട് ചെയ്തിട്ട് അത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഈ മോളിൽ എടുക്കുന്ന 2 ലെയർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഓണാക്കിയിട്ട് അതിന് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, പകരം നമുക്ക് ഈ ലെയറുകളൊക്കെ ഒരു 2 ഫ്രെയിം ഓഫ്സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ അകത്തുള്ള ലെയർ ഉണ്ടല്ലോ, അതായത് ഈ ഷേപ്പ് 2 എന്ന് പറഞ്ഞ ലെയർ, ഇതുമ്പോൾ നമുക്ക് കുറച്ച് പണി പഠിക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കളർ കറക്ഷനിലേക്ക് വന്നിട്ട് ഹ്യൂ ആൻഡ് സാറ്റുറേഷൻ എടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ കളർ ഇങ്ങനെ ഒന്ന് മാറ്റി ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സാറ്റുറേഷൻ കൂടെ കുറച്ച് കൂട്ടാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഷേപ്പ് 2 എന്ന് പറഞ്ഞ ലെയറിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതായത് Ctrl+D പ്രസ് ചെയ്തിട്ട് ഞാൻ ഒരു കോപ്പി എടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഹ്യൂ ആൻഡ് സാറ്റുറേഷൻ എഫക്റ്റ് വേണമെങ്കിൽ കളയാട്ടോ അതിന്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇവിടെ ഈ പാർട്ടിക്കിൾ ഓവർലേ 1 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, അത് ഇങ്ങോട്ട് എടുത്തിടുക. എന്നിട്ട് ഇത് കുറച്ച് സ്കെയിൽ ചെയ്ത് വയ്ക്കുക. കാരണം നമ്മുടെ ഈ താഴെ കിടക്കുന്ന ലെയർ ഉണ്ടല്ലോ, ആ സർക്കിൾ കണ്ടില്ലേ, അപ്പം അതിൻ്റെ മുകളിൽ വന്നിട്ട് നിൽക്കണത്. ഇനി നമുക്ക് ഇതുമായിട്ട് മാറ്റ് സെറ്റ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഈ ആഫ്റ്റർ എഫക്ട്സിൻ്റെ പുതിയ വെർഷനിലൊക്കെ നമുക്ക് മാറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിന് താഴെ വെർഷനിൽ അങ്ങനെ പറ്റില്ല എന്നുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആൽഫമാറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഴയ വെർഷൻ ആണെന്നുവെച്ചെങ്കിൽ ആൽഫമാറ്റ് മാനുവലായിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റണം. അപ്പോൾ ഇവിടെ ബ്ലെൻഡിങ് മോഡിൻ്റെ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ക്ലാസിക് കളർ ഡോഡ്ജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ സാറ്റുറേഷൻ കുറച്ച് കുറയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കളർ കറക്ഷനിലേക്ക് വരിക. എന്നിട്ട് ഹ്യൂ ആൻഡ് സാറ്റുറേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സാറ്റുറേഷൻ കുറച്ചിടുക. ഇനി നമുക്കിതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കളറിലേക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാനുള്ള ആ ഒരു ബാക്ക് ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലെയറുകൾക്ക് ഒരു ഗ്ലോ എഫക്റ്റ് അപ്ലൈ ചെയ്യണം. അതിനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റൈലേഴ്സിലേക്ക് വന്നിട്ട്
ഗ്ലോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഗ്ലോ റേഡിയസിനുള്ള നമുക്കൊരു 60 കയറ്റി കൊടുക്കാം. ഈ 60 മാറ്റിയിട്ട് നമുക്കൊരു 100 കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഈ ലൈറ്റ് എന്ന് പറഞ്ഞ ലെയർ ഉണ്ടല്ലോ മുകളിലിരിക്കുന്നത്, അതിനും കൂടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഗ്ലോ ഇൻറ്റൻസിറ്റി നമുക്ക് 1 മാറ്റിയിട്ട് ഒരു 0.5 കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ബാക്ക് ലെയറിൻ്റെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയറുകളെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് Ctrl+Shift+C പ്രസ് ചെയ്തിട്ട് ഇതിന് നമുക്ക് സർക്കിളിൽ നിന്ന് എങ്ങാനും പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ടെക്സ്റ്റുകളൊക്കെ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾക്ക് ഓഫറുകളുടെ പെരുമഴ എന്നാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഈ സ്മാർട്ട് ഫോണുകൾക്ക് എന്നുള്ളത് അവിടെ ഇരുന്നോട്ടെ, കാരണം നമുക്ക് ഇതിനധികം എഫക്റ്റ് ഒന്നും ആഡ് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഈ ഓഫറുകളുടെ എന്നുള്ളത് മാത്രം ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് കോപ്പി ചെയ്തിട്ട് ഒരു പുതിയ ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ ഇവിടെ ഓഫറുകളുടെ നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ തൽക്കാലം ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഈ ലെയർ നമുക്ക് സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യാം. ഞാൻ അലൈൻ എടുത്തിട്ട് സെൻറ്ററിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ Ctrl+D പ്രസ് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ താഴെ കിടക്കുന്ന ലെയർ ഉണ്ടല്ലോ, ഇതിന് നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താണ്ട്. അപ്പോൾ അതിന് ക്യാരക്ടർ എടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ കളർ അങ്ങോട്ട് ഓഫ് ചെയ്തിടാം, മെയിൻ കളർ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഇവിടെ ഈ സ്ട്രോക്കിൻ്റെ കളർ ഇങ്ങനത്തെ ഒരു ഓറഞ്ചാണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഒരു യെല്ലോ കളറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് എടുക്കണം. എന്നിട്ട് നമുക്കിവിടെ സ്ട്രോക്കിൻ്റെ കളറൊന്ന് മാറ്റാം. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതാ ഇതുപോലെ കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ താഴത്തെ ലെയർ ഉണ്ടല്ലോ, അതിൻ്റെ ഈ സ്ട്രോക്കിൻ്റെ സൈസ് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ടെക്സ്റ്റ് ലെയറിനും, അതായത് ഈ മുകളിലത്തെ ലെയറിനും അതുപോലെ തന്നെ ഈ താഴത്തെ ലെയറിനും നമുക്കൊരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേഴ്സ്പെക്റ്റീവിൽ വന്നിട്ട് ഈ ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഷാഡോ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്നെസ് മാറ്റിയിട്ടൊരു 15 കൊടുക്കണം. പിന്നെ ഒപ്പാസിറ്റി നമുക്കൊരു 65 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഡ്രോപ്പ് ഷാഡോ കോപ്പി ചെയ്തിട്ട് ഇതാ ഈ ലെയറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് ഇത്ര ഒപ്പാസിറ്റി വേണ്ട. അപ്പോൾ ഈ 65 മാറ്റിയിട്ട് നമുക്കൊരു 45 കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ മതി. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടെക്സ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ലെയർ എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് അത് പ്രീകോംബ് ചെയ്യാം. അതിന് നമുക്ക് ടെക്സ്റ്റ് 01 എന്ന് പേര് കൊടുക്കാം. ഇനി നമുക്ക് പ്രൊജക്ട് പാനലിലേക്ക് പോയിട്ട് ഈ ലെയർ ഒന്ന് സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് ഇത് ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഇപ്പോൾ Ctrl+D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇത് റീനെയിം ചെയ്തിട്ട് ഇത് ടെക്സ്റ്റ് 02 എന്നാക്കി. എന്നിട്ട് ഈ ലെയർ ഇങ്ങോട്ട് കൊടുത്തിട്ടു. ഇനി നമുക്ക് ഇതിനകത്ത് പോയിട്ട് ഈ ഓഫറുകളിൽ നിന്നുള്ള ടെക്സ്റ്റ് മാറ്റിയിട്ട് പെരുമഴ എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടുന്ന് പെരുമഴ എന്നുള്ള ടെക്സ്റ്റ് കോപ്പി ചെയ്തു. എന്നിട്ട് ഈ കാണുന്ന 3 ലെയറിലും നമ്മൾ ആ കോപ്പി ചെയ്ത ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയർ ഇങ്ങോട്ട് കുറച്ച് ഇറക്കി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനം സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ എടുക്കട്ടെ. ആദ്യം നമ്മുടെ ടെക്സ്റ്റ് 01 എന്നുള്ള ലെയറിൻ്റെ അകത്ത് ചെയ്യുന്നിട്ട് ഇതിന് നമുക്ക് കുറച്ച് എഫക്റ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ ഈ മുകളിലത്തെ 2 ലെയർ നമുക്ക് തൽക്കാലം ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇപ്പോൾ ഈ താഴത്തെ ലെയർ എടുക്കുക. എന്നിട്ട് ഈ എഫക്റ്റ് പ്രിസെറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾ എക്സ്പോഷർന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ താഴെ ഇവിടെ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റിൻ്റെ ഒരു പ്രിസെറ്റ് എടുക്കണതാണ്. അപ്പോൾ അതിങ്ങോട്ട് നമ്മുടെ ടെക്സ്റ്റിനെ അപ്ലൈ ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇതുപോലൊരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കീ ഫ്രെയിം കൊണ്ട് കുറച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഫാസ്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഈ ലെയർ ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമ്മുടെ ഈ ലെയർ എടുക്കാം. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഒരു സംഭവം ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഓരോ ലെറ്റേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം. സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാനായിട്ടൊരു എന്താ പറയുക, ഒരു പ്ലഗിൻ ഉണ്ട്. അതായത് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. നമ്മളിത് മാനുവലി ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഈ ടെക്സ്റ്റ് ഇവിടുന്ന് പൊസിഷനും കാര്യങ്ങളൊന്നും മാറാണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ടൊരു ആഫ്റ്റർ എഫക്ട്സിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഫയലിൽ സ്ക്രിപ്റ്റിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ എഫക്റ്റ് ഒന്ന് എടുത്തു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ആവശ്യമുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. സ്പ്ലിറ്റ് ഇൻ ടു ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ വേർഡ്സ്, അതുപോലെ തന്നെ ലൈൻസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാരക്ടേഴ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ഓരോ ലെറ്റർ ആയിട്ടാണ് വേണ്ടത്. പിന്നെ ഇവിടെ ഡിലീറ്റ് ഒറിജിനൽ എന്നുള്ളത്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫക്റ്റ് അപ്ലൈ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ലെയർ, അതായത് ഈ ഫുള്ളുള്ള ലെയർ ഡിലീറ്റ് ആയി പോകും. ബാക്കി ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ലെയറുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഈ ഡിലീറ്റ് ഒറിജിനൽ എന്നുള്ള സംഭവം. പിന്നെ ഇവിടെ ഈ ലെയർ ഓർഡർ എന്നുള്ള സംഭവം ഉണ്ട്. അതായത് നമ്മുടെ ഈ ലെയറിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടല്ലോ, അതിപ്പോൾ താഴത്തുനിന്ന് മുകളിലേക്കാണ് വേണ്ടത്, അതുപോലെ മുകളിൽ നിന്ന് താഴത്തേക്കാണ് വേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. ഇപ്പോൾ ഞാനിവിടെ അപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് എല്ലാം കൂടെ എന്താ പറയുക വേറെ വേറെ ലെയറിലേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ലെറ്റർ, അതിപ്പോൾ ഇവിടെ താഴെയാണ് എടുക്കുന്നത്. താഴെ നിന്ന് മുകളിലേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നും അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നേരത്തെ ചോദിച്ച ഓപ്ഷൻ നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫസ്റ്റ് ലെറ്ററിൻ്റെ ലെയർ ഉണ്ടല്ലോ അതിവിടെ മുകളിലാവും ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് ആ സംഭവം. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാനത് അതിലേക്ക് അപ്ലോഡ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലെയർ എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ഇവിടുന്ന് മാറ്റാം. കാരണം നമുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു യെല്ലോ കൊടുക്കുന്നുണ്ട്. യെല്ലോ വേണ്ട, നമ്മുടെ ടെക്സ്റ്റിൻ്റെ ലെയർ ഒരു ഗ്രീൻ പോലത്തെ കളറല്ലേ, അപ്പോൾ നമുക്ക് ഗ്രീൻ തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്കെയിലിന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാൻ അവിടെ സ്കെയിൽ സെലക്ട് ചെയ്തു, എന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് ഒരു 6 ഫ്രെയിമിന് ശേഷം ഇവിടെ 120 ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു 6 ഫ്രെയിം മുന്നിലേക്ക് വന്നു, എന്നിട്ട് 100 ആഡ് ചെയ്തു. വീണ്ടും 6 ഫ്രെയിം കഴിഞ്ഞതിന് ശേഷം 105 ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും 6 ഫ്രെയിമിന് ശേഷം 100 തന്നെ ആഡ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 0 ആക്കാൻ മറന്നിട്ടുണ്ട് വീണ്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഈസീസ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ അറിയോ, ഇതിൻ്റെ ഈ ആങ്കർ പോയിന്റ് ഇവിടെ താഴെയായിട്ടാണ് കിടക്കുന്നത്. ആ ആങ്കർ പോയിന്റ് നമുക്ക് ഇവിടെ സെൻട്രലിലേക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് നമുക്ക് ഈ സ്കെയിലിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ ആനിമേഷൻ സെറ്റ് ചെയ്തിട്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ കീ ഫ്രെയിം എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ലെയറുകൾക്ക് എല്ലാം കൂടി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് എല്ലാ ലെയറും കൂടി സെലക്ട് ചെയ്തു, എന്നിട്ട് ഇതാ ഫസ്റ്റ് ഫ്രെയിമിലാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം Ctrl+V പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ലെയറിനും ആ ഒരു സെയിം കീ ഫ്രെയിം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ലെയറുകളെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ആങ്കർ പോയിന്റ് സെൻറ്ററിലേക്ക് ആക്കണം. അപ്പോൾ ആങ്കർ പോയിന്റ് ഇതുപോലെ എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് മാറ്റാനായിട്ട് ഇവിടെ ഒരു പ്ലഗിൻ ഉണ്ട്, ആങ്കർ പോയിന്റ് മൂവർന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെൻറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സെൻറ്ററിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പരിപാടി കൂടെ ഉണ്ട്, അതായത് ഈ ലെയറുകളൊക്കെ ഒന്ന് ഓഫ്സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ഓഫ്സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടുന്ന് എല്ലാ ലെയറും കൊണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഒരു ഫ്രെയിം മാത്രം മതി, ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിയുള്ള ഭാഗം ഒന്ന് ട്രിം ചെയ്ത് കളയാണ്. ഇപ്പോൾ ഇവിടെ ഒറ്റ ഫ്രെയിമിലാണ് നമ്മൾ ടെക്സ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് ഇത് ഇവിടുന്ന് താഴേന്ന് മുകളിലേക്ക് സെലക്ട് ചെയ്യണം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കീ ഫ്രെയിം അസിസ്റ്റൻറ്റിലേക്ക് വന്നിട്ട് സീക്വൻസ് ലെയേഴ്സ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മുടെ ലെയർ എല്ലാം കൂടെ ഒരു ഫ്രെയിം ഓഫ്സെറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോഴേ നമ്മൾ ഇപ്പോൾ താഴേന്ന് മുകളിലേക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയോ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ജസ്റ്റ് ഞാൻ ഈ എഫക്റ്റ് ഒന്ന് കളഞ്ഞു, എന്നിട്ടിപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് സെലക്ട് ചെയ്തു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ കീ ഫ്രെയിം അസിസ്റ്റൻറ്റിലേക്ക് വന്നിട്ട് ഈ സംഭവം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ലാസ്റ്റത്തെ ലെയറാണ് ഇവിടെ ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, തിരിച്ചാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ വീണ്ടും ഈ സെലക്ഷൻ കളഞ്ഞിട്ട് ഇതവിടുന്ന് താഴേന്ന് മുകളിലേക്ക് നമ്മുടെ ഈ ഗ്രീൻ ലെയർ എല്ലാം കൂടെ സെലക്ട് ചെയ്തു, എന്നിട്ട് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കീ ഫ്രെയിം അസിസ്റ്റൻറ്റിലേക്ക് വന്നിട്ട് സീക്വൻസ് ലെയേഴ്സ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയർ ഇവിടം വരെ വേണം. അതായത് ഇപ്പോൾ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നില്ല, ആ കട്ട് ചെയ്ത് കളഞ്ഞത് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വെച്ച് ട്രിം ചെയ്താൽ മതി. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നോളും. അതായത് ഓൾട്ട് പ്രസ് റൈറ്റ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഉണ്ടോ നമ്മുടെ ഓരോ ടെക്സ്റ്റും സെപ്പറേറ്റ് ആയിട്ട് ആനിമേഷൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ നമ്മുടെ മുകളിലത്തെ ലെയറും കൂടി ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഈ ലെയർ ഒന്ന് ഓണാക്കി. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഇത് മാറ്റിയില്ല, അതായത് ആങ്കർ പോയിന്റ് മാറ്റിയില്ല. അപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് ഇവിടെ, നമ്മുടെ ടെക്സ്റ്റ് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന് ഇതുപോലെ തന്നെ നമുക്ക് ലെയർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫയലിലേക്ക് വരിക, ഈ സ്ക്രിപ്റ്റിൽ ടെക്സ്റ്റ് എക്സ്പ്ലോറർ കൊടുക്കുക, ഇനി ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ലെയറും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ ഈ സ്കെയിലിൻ്റെ ആനിമേഷൻ ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് ഈ എല്ലാ ടെക്സ്റ്റ് ലെയറിനും കൂടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിതുപോലെ ട്രിം ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് താഴത്തുനിന്ന് ഇതുപോലെ കറക്റ്റ് മുകളിലേക്കെല്ലാം സെലക്ട് ചെയ്യുന്ന ഉറപ്പുവരുത്തിയതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കീ ഫ്രെയിം അസിസ്റ്റൻറ്റിലേക്ക് വന്നിട്ട് സീക്വൻസ് ലെയേഴ്സ് കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും ലാസ്റ്റ് ഫ്രെയിമിലേക്ക് ചെല്ലുക, ഓൾട്ടും അതുപോലെ തന്നെ റൈറ്റ് ബ്രാക്കറ്റും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് എല്ലാ ലെയറും കൂടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെയും ആങ്കർ പോയിന്റ് മാറ്റിയിട്ട് സെൻറ്ററിലേക്ക് ആക്കണം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ ടെക്സ്റ്റ് എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. ഞാനിപ്പോൾ ഒരു 3 ഫ്രെയിം റൈറ്റിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ താഴത്തെ ടെക്സ്റ്റിൻ്റെ ലെയർ ഓണാക്കുക. ഇനി നമുക്ക് ഈ താഴത്തെ ലെയർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ലെയറും കൂടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതും ഒരു 3-4 ഫ്രെയിം നീക്കി വയ്ക്കുക. ഇതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ ലെയറിൻ്റെ ആനിമേഷൻ വരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് കുറച്ച് ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുക, അതായത് ഈ ലെയർ കുറച്ച് ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വന്നു നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ടെക്സ്റ്റിന് ഇതുപോലെ എഫക്റ്റ് വന്നായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്റ്റിന് ചെയ്ത പോലെ തന്നെ ഇതിനും ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെ ചെയ്തെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം.
ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ലെയറിനും നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ആ ഒരു എഫക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈസ് ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മളെ മുകളിലത്തെ ടെക്സ്റ്റ് ലെയർ ഉണ്ടല്ലോ, അത് നമുക്കൊരു 60 കൊടുത്ത് നോക്കാം. ഓക്കെ, 60 വേണ്ട, ഒരു 70 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ താഴത്തെ ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 90 കൊടുത്ത് നോക്കാം. ഓക്കെ, കുറച്ചുണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് വയ്ക്കുക. പിന്നെ മുകളിലത്തെ ലെയർ കുറച്ച് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ രണ്ടാമത്തെ ലെയർ കുറച്ച് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. ആദ്യം ഓഫറുകളുടെ വന്നു, പിന്നെ പെരുമഴ വന്നു, ആ രീതിയിൽ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ലെയർ കൊണ്ട് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്മാർട്ട് ഫോണുകൾക്ക് എന്നുള്ളതുണ്ടെന്നില്ലേ, അപ്പോൾ ഇത് ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് Ctrl+T പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ക്യാരക്ടറിലേക്ക് വരിക. ഇതിൻ്റെ കളർ മാറ്റിയിട്ട് നമുക്ക് വൈറ്റ് കൊടുക്കണം. പിന്നെ നമുക്ക് ഈ സ്ട്രോക്ക് ഓഫ് ആക്കിയിടാം. എന്നിട്ട് ഇതിൻ്റെ സൈസ് ഒരു 50 കൊടുത്ത് നോക്കാം. 50 കുറച്ച് കുറഞ്ഞു പോയി, ഒരു 65 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ 2 ലൈനായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലെയറിനും നമ്മൾ നേരത്തെ കൊടുത്തൊരു എഫക്റ്റ് ഇല്ലേ, എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ട്, അത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കീ ഫ്രെയിം ഇങ്ങോട്ട് നന്നായിട്ട് അടുപ്പിച്ച് വയ്ക്കുക. ഓക്കെ, ഈ ലെയർ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഈ 2 ലെയർ സെലക്ട് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് റൈറ്റിലേക്ക് കുറച്ച് നീക്കി വയ്ക്കുക. അതായത് ആദ്യം നമ്മുടെ ഈ ടെക്സ്റ്റ് വന്നു, അതിനുശേഷം ബാക്കി 2 ലെയർ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫോണുകൾക്ക് എന്നുള്ള എൻ്റെ ഈ ചന്ദ്രക്കല ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അത് വീണ്ടും ഇവിടുന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ 2 ടെക്സ്റ്റ് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ കൂട്ടണം. അപ്പോൾ അതിവിടെ ഇപ്പോൾ 42 കിടക്കുന്നത്. ഇപ്പോൾ ഞാനൊരു 60 ആയിട്ട് കൊടുക്കുന്നുണ്ട്. 60 വേണ്ട, ഒരു 50 മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ എഫക്റ്റിൻ്റെ കൺട്രോൾസിലേക്ക് വരിക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പെർസ്പെക്റ്റീവിൽ ഡ്രോപ്പ് ഷാഡോ. ഇതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്കൊരു 15 കൊടുക്കാം. പിന്നെ ഡിസ്റ്റൻസ് നമുക്കൊരു 4 കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് വേണമെങ്കിൽ കുറച്ച് മുകളിലേക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ചെറിയൊരു പണി കൂടി ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ എഫക്റ്റ് എല്ലാം കഴിഞ്ഞിങ്ങനെ വന്നു നിന്നില്ലേ, അപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റിനും കാര്യങ്ങൾക്കും വേറൊരു ഇണക്കങ്ങളും കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ടെക്സ്റ്റ് 2 എന്നുള്ള ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് സ്കെയിൽ എടുത്തിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അതായത് ഇതെല്ലാം വന്നു നിന്നതിന് ശേഷം കേട്ടോ, ഏതാണ്ട് ഇവിടെ കേട്ട്. എന്നിട്ട് ഇവിടുന്നൊരു 4 ഫ്രെയിം റൈറ്റിലേക്ക് വെച്ചിട്ട് ഒരു 95 കയറ്റി കൊടുക്കുന്നുണ്ട്. 95 പോരല്ലേ, ഒരു 100 ആയിട്ട് കൊടുക്കാം നമുക്ക്. ഇനി വീണ്ടും ഇവിടുന്ന് ഒരു 4 ഫ്രെയിം കഴിഞ്ഞ ശേഷം പഴയ പോലെ തന്നെ നമ്മൾ 90ലേക്ക് തന്നെ ആക്കി. എന്നിട്ട് ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഈസീസ് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഈ താഴത്തെ ലെയറിനും അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചു. എന്നിട്ട് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ലെയറിനും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു സ്കെയിലിന്. എന്നിട്ട് 4 ഫ്രെയിം അപ്പുറം മാറ്റി വെച്ചു. ഇത് 70 എന്നുള്ളത് മാറ്റിയിട്ടൊരു 80 കൊടുത്തു. അതിനുശേഷം 4 ഫ്രെയിം കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും 70 ആക്കി. ഇനിയിപ്പോൾ കീ ഫ്രെയിം എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഈസി ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ കീ ഫ്രെയിം കൂടി കോപ്പി ചെയ്തു. എന്നിട്ട് ഏകദേശം കുറച്ചും ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതും സെലക്ട് ചെയ്തിട്ട് ഏതാണ്ട് ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ കീ ഫ്രെയിം കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചു. ഇനി ചെയ്യേണ്ട എന്താ അറിയോ, ഇതിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു എഫക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കാം. അതായത് ഈ ഫസ്റ്റത്തെ ആനിമേഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് വരുന്ന രീതിക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ പരിപാടിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇതിന് കുറച്ച് എഫക്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താ അറിയോ, ഇവിടെ ഒരു വീഡിയോയുടെ ലെയർ ഉണ്ട്, ഈ ഗോൾഡൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ലെയർ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിട്ടു. ആദ്യം നമുക്ക് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് സ്ക്രീനിലേക്ക് ആക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് ലെയർ വരുന്നുണ്ടല്ലോ, അത് ഈ ഓഫറുകൾ എന്നുള്ളത്, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിത് ആദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. അതായത് ഇതുപോലൊരു എഫക്റ്റാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് ഇങ്ങനെ കൂടി വരുന്നില്ലേ, ആ ഒരു ഏരിയ വേണം നമുക്ക് ഇവിടെ ടെക്സ്റ്റ് വരുമ്പോൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇത് കുറച്ച് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം, ഒരു ചെറിയൊരു ഇതുപോലത്തെ ലെയർ കൊണ്ട് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്
ഇതാ ഇവിടെ സ്ക്രിബിൾ ഓവർലേ എന്നിട്ട് ലെയർ കാണാം. അപ്പോൾ അതും കൂടെ ഇങ്ങോട്ട് കൊടുന്നിടുക. ഇതെന്താണെന്നറിയോ, ഇത് ഇതുപോലൊരു ചെറിയൊരു ആനിമേഷനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊജക്ട് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചുതരാം. ഇനി നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറ്റണം ആദ്യം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കളർ കറക്ഷനിലേക്ക് വരിക, ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എടുക്കുക. എന്നിട്ട് നമുക്ക് കളറൊന്ന് മാറ്റി നോക്കി നോക്കാം. ഇതാ ഞാനിപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു കളർ നമുക്ക് കൊടുത്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് സ്ക്രീനിലേക്ക് ആക്കണം കേട്ടോ. നമുക്കിതിനെ റൊട്ടേഷൻ ചെയ്യാണ്ട്, അതായത് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പോൾ തോന്നിയ പോലെ എടുക്കണം. നമുക്കിതാ ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇപ്പോഴും അത് കറക്റ്റായിട്ടില്ല. ഒരു ഓക്കെ -34 കൊടുത്തപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സൈസ് കുറയ്ക്കണം. എന്നിട്ട് ഇത് നമ്മുടെ ഈ ലെയറിന് കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇനി ഇത് കുറച്ച് ഇങ്ങോട്ട് റൈറ്റിലേക്ക് നീക്കി വയ്ക്കുക. ഞാൻ ഈ റൊട്ടേഷൻ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാനേ ഇതിൻ്റെ കളറൊന്ന് മാറ്റാൻ പോയി. ഇതിപ്പോൾ എല്ലാം കൂടെ ഒരു ഓറഞ്ച് വന്നപ്പോൾ ഒരു എയിമില്ല കാണാൻ. ഓക്കെ, ഈ ഒരു കളറിലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് താഴത്തെ ലെയറിന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് റൈറ്റിലേക്ക് നീക്കി വയ്ക്കുക. എന്നിട്ട് ഈ ലെയർ എടുത്തിട്ട് ഇതുപോലെ വയ്ക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ട് കുറച്ച് സൈസ് കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്കോപ്പിൻ്റെ ലെയർ ഇങ്ങോട്ട് എടുത്തിടണം. ഓക്കെ, അതാ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐഫോണിൻ്റെ ലെയർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതവിടെ ഐഫോണിൻ്റെ ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇത് നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് കേട്ടോ, ഈ സർക്കിളിൻ്റെ താഴത്തേക്ക്. ഇതിപ്പോൾ ഭയങ്കര സൈസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്കെയിൽ ഒരു 30 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് നീക്കി വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ നമുക്കൊരു -30 കൊടുക്കാം. ഓക്കെ, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മറ്റേ S23 Ultra ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇമേജും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കണം. ഞാനിവിടെ ഒരു 30 തന്നെ കൊടുക്കുന്നുണ്ട്. അതെ, ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഐഫോണിൻ്റെ ലെയർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക പൊസിഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു റൂളർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു റൂളർ ഇങ്ങോട്ട് വെച്ചു, അതുപോലെ തന്നെ താഴെയും വെച്ചു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ S23 ലെയർ നമ്മൾ സെറ്റ് ചെയ്യണം. സ്കെയിലൂടെ 30 കുറവാണ്. നമുക്കിതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ ആദ്യം. അവിടെ നമ്മൾ നേരത്തെ -32 കൊടുത്ത്, അല്ല 30 കൊടുത്തല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 30 കൊടുക്കാം. ഇനി നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. സ്കെയിൽ 36 കുറച്ച് കൂടിയിട്ടുണ്ട്. ഒരു 34 കൊടുത്തു നോക്കാം. വേണ്ട, 35 കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഈ ഫോണിൻ്റെ ലെയറുകളുണ്ടല്ലോ അത് കുറച്ചുകൂടെ അടുപ്പിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൂളർ എടുത്ത് കളയാം. ഈ റൂളർ ആഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. Ctrl+R പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ റൂളറിൻ്റെ ഓപ്ഷൻ വരും. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ലൈൻ ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയോ, ഈ രണ്ട് ഫോണിൻ്റെ ലെയറിനും ചെറിയൊരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഐഫോണിൻ്റെ ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ആങ്കർ പോയിൻ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കണം. അതായത് അതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു കോർണറിൽ കൊണ്ടുവച്ചു. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആങ്കർ പോയിൻ്റ് ഇവിടെയും കൊണ്ടുവച്ചു. ഇനി വേണം നമുക്കിതിന് സ്കെയിലിന് ആനിമേഷൻ കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ 2 ലെയർ മാത്രം ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്, ബാക്കി എല്ലാ ലെയറും ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്കെയിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്കെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടുത്തെ ഈ ലിങ്ക് ഓഫ് ആക്കിയിട്ടു. അതിനുശേഷം ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് ഈ കീ ഫ്രെയിം ഇങ്ങോട്ട് നീക്കി വെച്ചു. അതിനുശേഷം ഇവിടെ ഈ റൈറ്റിൽ കാണുന്ന 35 ഉണ്ടല്ലോ, അത് നമുക്ക് 0 ആക്കാം. മറ്റേത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പം നമുക്ക് ഇതുപോലൊരു സ്ട്രെച്ച് ആയിട്ട് വരുന്നൊരു ആനിമേഷൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കീ ഫ്രെയിം കുറച്ചും കൂടി നീക്കി കേട്ടോ. അതിനുശേഷം ഇത് ECC ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ റൊട്ടേഷൻ നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ കീ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് സ്കെയിലിൻ്റെ ലാസ്റ്റത്തെ കീ ഫ്രെയിം ഇല്ലേ, അവിടേക്ക് ഈ ഒരു കീ ഫ്രെയിം കൊണ്ടുവച്ചു. അതിനുശേഷം നമ്മുടെ സ്റ്റാർട്ടിലേക്ക് വന്നിട്ട് ഇവിടെ റൊട്ടേഷൻ 0 ആയിട്ട് കൊടുത്തു. അപ്പോൾ റൊട്ടേഷൻ 0 30ലേക്ക് വരും. ഓക്കെ, ഇനിയിപ്പോൾ ഈ റൊട്ടേഷൻ്റെ കീ ഫ്രെയിമിന് ഞാൻ ECC അപ്ലൈ ചെയ്തു. അതിനുശേഷം ഈ കീ ഫ്രെയിം എടുത്തിട്ട് കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ സ്കെയിലിന് 0 ആയിട്ടല്ലേ കൊടുത്ത്. അപ്പോൾ 0 മാറ്റിയിട്ട് നമുക്കൊരു 15 കൊടുക്കാം. 0 സ്കെയിലായി വരണ്ട, ഇത്രയും സ്കെയിൽ ചെയ്ത് തന്നാൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു ലെയറിന് ചെയ്ത പോലെ തന്നെ ഈ ഒരു ലെയറും ചെയ്യണം. അപ്പോൾ അത് ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നത്, കാരണം ഇതേ സെയിം പ്രോസസ്സ് തന്നെ അല്ലേ. അപ്പോൾ അത് ഞാൻ ടൈം കുറയ്ക്കാൻ വേണ്ടി കുറച്ച് സ്പീഡാക്കി കാണിക്കാം.
ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. അതായത് ഇതിപ്പോൾ ഇതാ ഇവിടെ എത്തിയതിന് ശേഷം ഈ 2 ഫോണ്ട് ലെയർ ആനിമേഷൻ തുടങ്ങിയാൽ മതി. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ ഈ 2 ഫോണ്ട് ലെയറും 2 കോപ്പി വെച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ആദ്യം ഈ ഐഫോൺ ലെയർ 2 കോപ്പി എടുത്തു, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, കൺട്രോൾ ഡി പ്രസ് ചെയ്തിട്ട്. എന്നിട്ട് ഈ താഴെ കിടക്കുന്ന ലെയർ ഉണ്ടല്ലോ, അതിന് നമുക്ക് ഫില്ല് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ കളർ മാറ്റിയിട്ട് നമുക്കൊരു യെല്ലോ ആയിട്ട് കൊടുക്കാം. ഓക്കെ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ കൊടുത്തു. എന്നിട്ട് അത് കുറച്ച് ഇങ്ങോട്ട് ഇതുപോലെ നീക്കി വെച്ചു. ഇനി നമുക്ക് ഈ താഴത്തെ ലെയർ കുറച്ച് ഇതുപോലെ ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. എന്നിട്ട് ഈ ഫില്ല് കോപ്പി ചെയ്തിട്ട് താഴത്തെ ലെയറിന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് കളർ മാറ്റിയിട്ട് നമുക്കൊരു പിങ്ക് കളർ കൊടുക്കാം. ഈ 3 ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ മുകളിലത്തെ ലെയറില്ലേ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് ഫ്രെയിമിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ S23 ഇല്ലേ അതിനും ആ ഒരു സെയിം സംഭവം ചെയ്യാം. ഇനി നമുക്ക് ഒരു ലെയർ കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ഈ ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്, അതിങ്ങോട്ട് കൊടുത്തിടുക. എന്നിട്ട് ഇതിൻ്റെ സൈസ് നമുക്കൊരു 25 ആയിട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങോട്ട് ഈ കോർണറിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ റൊട്ടേഷൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനായിട്ട് ഞാൻ Alt R പ്രസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം Alt പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്യണം. ഇപ്പം ഞാൻ ടൈം പിന്നെ ഒരു സ്റ്റാർ ഇട്ടിട്ട് 15 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ ലെയറിന് ചെറിയൊരു റൊട്ടേഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ആ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ ഈ ഒരു കോർണറിലേക്ക് അറേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് ക്യാമറ ആഡ് ചെയ്യണം. അപ്പോൾ ക്യാമറ ആഡ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമുക്ക് ഈ എല്ലാ ലെയറും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് 3D ആക്കണം. അതായത് ഈ സ്കോപ്പിൻ്റെ ലെയർ ഒഴികെ ബാക്കി എല്ലാ ലെയറും കൂടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് 3D ആക്കുക. ഇനി നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂവിൽ വന്നിട്ട് ഒരു ക്യാമറ കൊടുക്കാം. ഞാൻ ഇവിടെ 35mm ക്യാമറ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്യാമറയുടെ ട്രാൻസ്ഫോമിൻ്റെ സെറ്റിങ്സിലേക്ക് വന്നിട്ട് ഈ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിനും അതുപോലെ തന്നെ പൊസിഷനും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഈ കീ ഫ്രെയിം ഒരു 10 ഫ്രെയിം റൈറ്റിലേക്ക് നീക്കി വയ്ക്കുക. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് നമ്മുടെ ഈ ക്യാമറയുടെ സൂമിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതെടുത്തിട്ട് കുറച്ചങ്ങോട്ട് സൂം ചെയ്യുക. ഇനി ലാസ്റ്റ് ഫ്രെയിമിലേക്ക് വന്നതിന് ശേഷം കുറച്ച് സൂം ഔട്ട് ചെയ്യുക. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബാക്കിലേക്ക് നീക്കി വയ്ക്കണം. അപ്പോൾ ഞാനതിൻ്റെ പൊസിഷൻ എടുത്തിട്ട് ഈ സെഡ് വാല്യൂ ഇല്ലേ അത് കുറച്ച് അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു 350 കൊടുക്കാം. എന്നിട്ടത് സ്കെയിൽ ചെയ്തിട്ട് നമ്മുടെ കോമ്പിലേക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ സംഭവം ഉണ്ടല്ലോ അത് കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കി വയ്ക്കണം. അതിനായിട്ട് സർക്കിളിൻ്റെ പൊസിഷൻ എടുത്തിട്ട് ഇവിടെ ഈ സെഡ് വാല്യൂ നമുക്കൊരു -25 കൊടുക്കാം. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ -30 കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ടെക്സ്റ്റിനും അതുപോലെ തന്നെ -30 കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിനും -30 കൊടുത്തു. ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ ക്യാമറ കൊടുത്തപ്പോൾ ഈ ലെയറുകളുടെ അറേഞ്ച്മെൻറ്റ് ഒന്ന് അങ്ങോട്ട് മാറിപ്പോയതാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. നമുക്ക് ഒരു ചെറിയൊരു കാര്യം കൊണ്ട് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ലെയറിൻ്റെ ഈ എഡ്ജിൽ കണ്ടില്ലേ ഏതോ ലെയറിൻ്റെ ഇത് സ്കെയിൽ കുറച്ച് കുറഞ്ഞെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓവർലേക്കിട്ട് ലെയറില്ലേ അത് ഏത് ലെയറാണെന്ന് കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു മറ്റേ ഗോൾഡൻ പാർട്ടിക്കിൾസിൻ്റെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഓഫാക്കി ഓണാക്കി നോക്കാം. ഓക്കെ, അത് തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് സ്കെയിൽ ചെയ്ത് വയ്ക്കാം. ഒരു 105 കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇവിടുന്ന് പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു പാർട്ടിക്കിൾസിൻ്റെ ലെയറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഗോൾഡൻ പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ ഒരു സ്ക്രിബിളിൻ്റെ ഒരു ഓവർലേ. അപ്പോൾ അതൊക്കെ ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഈ ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു -30 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ പൊസിഷൻ എടുത്തിട്ട് അതിനും -30 കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഗോൾഡൻ പാർട്ടിക്കിൾസിൻ്റെ ലെയർ എടുക്കുക. അതിൻ്റെ പൊസിഷനും -30 കൊടുക്കുക. ഇത് നമുക്ക് -30 മായിട്ട് ഒരു -40 കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ മുകളിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.